വോട്ടെടുപ്പിന് ശേഷം പാലായിലെ സ്ഥാനാർത്ഥികളും വോട്ടുകളുടെ എണ്ണം കൂട്ടുകയും കിഴിക്കുകയും ചെയ്യുന്ന തിരക്കിലാണ്. പക്ഷേ പാലായിലെ വാക്പോരാട്ടങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. എതിർ സ്ഥാനാർത്ഥികളിൽ നിന്നും മുന്നണികളിൽ നിന്നും നേരിട്ട വ്യക്തിപരമായ ആക്രമണങ്ങൾ വേദനിപ്പിച്ചുവെന്നാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പറയുന്നത്. പാലായിൽ തിരഞ്ഞെടുപ്പിന്റെ വലിയ കോലാഹലങ്ങളെല്ലാം വോട്ടിംഗ് യന്ത്രത്തിനൊപ്പം പെട്ടിയിലായി. എന്നാൽ വ്യക്തിപരമായ ആക്രമണങ്ങളുടെ കനലുകൾ കെട്ടടങ്ങിയിട്ടില്ല. മൂന്ന് പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കും പറയാനുണ്ട് തങ്ങൾ നേരിട്ട വ്യക്തിപരമായ ആക്രമണങ്ങളുടെ കഥകൾ. കെ.എം. മാണിയുടെ ഓർമ്മദിനത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ജോസ് കെ മാണിക്ക് നേരെ ഏറ്റവും വലിയ ആക്രമണത്തിന് വഴിവെച്ചത്. നോക്കിയാൽ അറിയാം, ഞാൻ ഇന്നലെ കൃത്യമായിട്ട് ഇവിടെ ചോദിച്ചാൽ പറയും. അതിനകത്ത് രാവിലെ 5:30 മണിക്ക് എനിക്കെതിരെ തുടങ്ങി. അവർ അനുസ്മരണത്തിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പം അപ്പോൾ രാവിലെ 5:30 മണിക്ക് ചവറ് പോലെ 100-300 പോസ്റ്റിങ് വന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരാന്ന് നിങ്ങളുടെ അടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം. കൊട്ടിക്കലാശത്തിൽ ട്രെയിനിന് മുകളിൽ കയറിയ ഷോൺ ജോർജ് പാലാ കുരിശുപള്ളിയിലെ മാതാവിനേക്കാൾ മുകളിലെത്താൻ ശ്രമിച്ചു എന്നതായിരുന്നു ആരോപണം. എന്തിന് കുരിശുപള്ളിയുടെ മുകളിൽ കയറ്റി കൊടി കെട്ടിയെന്ന് പറയാൻ മെത്തേഡ് പറഞ്ഞു. 30 അടി പൊക്കമുള്ള ക്രെയിനിൽ 150 അടി പൊക്കമുള്ള കുരിശുപള്ളിയുടെ മുകളിൽ കൊടി കെട്ടിയെന്ന് പറഞ്ഞാൽ താഴെ നിന്ന് ഫോട്ടോ എടുപ്പിച്ച് അതുവരെ വൃത്തിക്കാണ് 100% അത് പ്രചരിപ്പിച്ച ഓരോരുത്തരും മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങിയല്ല. തനിക്കെതിരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായി. സഹിക്കെട്ടപ്പോൾ ചില ആക്രമണങ്ങൾ തിരിച്ചു നടത്തിയെന്ന് മാണി സി കാപ്പനും വ്യക്തമാക്കി. ജോസ് കെ മാണിയുടെ ഭാഗത്ത് തന്നെ BJP എന്നെ ഒന്നും ആക്രമിച്ചിട്ടില്ല, ഞാനും അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല. പിന്നെ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞാൽ ചില കടി ഞാനും കൊടുത്തിട്ടുണ്ട്. 16,000 മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മാണി സി കാപ്പൻ അവകാശപ്പെടുന്നത്. 18,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം ഷോൺ ജോർജും 15,000 മുകളിൽ ഭൂരിപക്ഷം ജോസ് കെ മാണിയും അവകാശപ്പെടുന്നു. കണക്കുകൂട്ടലുകളും കിഴിക്കലുകളും തുടരുമ്പോൾ ഫലം ഇപ്പോഴും പ്രവചനാതീതം തന്നെയാണ്. അമൃത ന്യൂസ്, കോട്ടയം.